അതെ, കുറേ നാൾക്ക് ശേഷം ഞാൻ തിരുമ്പി. കുറേ നാളൊന്നുമില്ല, 2 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു തിരിച്ചു വന്നു തിരിച്ചു വന്നു ഈ ഈ ഈ ഈ ഈ ഈ ഈ ഞാൻ തിരിച്ചു വന്നേ. അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടാലല്ലേ പറയുള്ളൂ അവർ ഇറങ്ങിപ്പോയാൽ. ആകെ കാണുന്ന 100 പേരാ. അതിനകത്ത് 100 പേരൊന്നുമില്ല, ചിലപ്പോൾ 20 പേരൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ 1 or 2 ആയിരിക്കും. എന്തായാലും നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാൻ പോകാം. ഇത് ഒലീവ് ഫുഡ് സ്ട്രീറ്റ് അല്ലേ? ഒലീവ് ഫുഡ് സ്ട്രീറ്റ് എന്നാണല്ലോ ഇതിന് പേര് പറയണേ. ഒലീവ് ഫുഡ് സ്ട്രീറ്റ്. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഡിസ്കവർ ചെയ്ത, അതായത് ഇവിടുത്തെ 1.5 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഈ ഇടയ്ക്ക് ഡിസ്കവർ ചെയ്ത ഒരു നല്ലൊരു ഫുഡ് സ്പോട്ടാണ്. മലയാളികളുടെയാണ്. ഇവർ ഭയങ്കര പഴക്കമുള്ളതെന്നാണ് പറയണത്. ഇവർ പൊറോട്ടയിലാണ് ഇവർ സ്പെഷ്യൽ പൊറോട്ട റോൾസ് കാര്യങ്ങൾ. ഞാൻ ഒരു ദിവസം ഇപ്പോഴത്തെ മീഡിയം ഇൻസ്റ്റാഗ്രാമാണല്ലോ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം കണ്ടപ്പോഴാണ് ഈ ഫുഡ് സ്പോട്ടിലോട്ട് ഈ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ളതിൽ ചെറിയ വിലയാണ് ഇവരുടെ ഓരോ ഇതിനും ഉള്ളത്. കുറേ വെറൈറ്റി ട്രൈ ചെയ്യാം. അത് ഇവർക്കുള്ളൊരു ഫേക്ക് സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയി വെറൈറ്റി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 2 പേര് ഫുഡ് കഴിക്കുമ്പോൾ 500, 550, 600 ആ ഒരു റേഞ്ചൊക്കെ ആവും. അതൊന്നും ഒരു ഇതല്ല, എന്നാലും ആവും. അങ്ങനെ ഇവൻ മലയാളിയാണ്, നൈസാണ്. അങ്ങനെ അവൻ ഇവിടെ ഒരു ഓഫർ ഇപ്പോൾ ഓഫറല്ലേ, ഒരു കുറേ നാളായിട്ടുള്ളതാണ്. അവർ എന്തും 4 പോയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു എന്തോ 2 ഐറ്റംസ് എന്തോ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓഫർ അവിടെ ഇപ്പം റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞു. അങ്ങനെ എനിക്ക് അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് തന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു റെഫറിലെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരാളെ റെഫർ ചെയ്തിട്ട് അതുവഴി എൻ്റെ വേറൊരു ഫോണിലോട്ട് റെഫർ ചെയ്തിട്ട് ആ വഴി എടുക്കാം, ആ ഓഫർ ക്ലെയിം ചെയ്യാമെന്ന് പോയപ്പോൾ അവനത് അറിയില്ല. അങ്ങനെ അവനത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. എന്നിട്ടും അവൻ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്, അവനത് അറിയില്ല. ഇങ്ങനെ നമ്മളിവിടെ നിന്ന് ഓൾഡ് മദ്രാസ് ക്ലബ് സാൻഡ്വിച്ച്, ഇതൊരു 149 രൂപ അങ്ങനെ ഒരു ഐറ്റമാണ്. ഒരു ഐറ്റം അത് മേടിച്ചു. പിന്നെ ഒരു എന്താടാന്ന് ജ്യൂസ് എന്താടാ മേടിച്ചേ? അവക്കാടോടെ എന്തോ ഒരു ജ്യൂസും കൂടെ മേടിച്ചു. എത്ര രൂപയായിരുന്നു? 312 313 രൂപയായിരുന്നു. അതായത് 149 പ്ലസ് ഇതല്ല, ഇത് 170 തോന്നുന്നു. ഇപ്പം റേറ്റ് കൂടി. ഇപ്പോൾ മറ്റേ ഇവിടുത്തെ ഗ്യാസിൻ്റെ പ്രശ്നം ബാംഗ്ലൂരിനെ നന്നായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് റേറ്റ് കൂടിയിട്ട് ഇതിന് ഏകദേശം ഒരു 179 അങ്ങനെ എന്തോ ആയി. മറ്റേതിന് 130 അങ്ങനെ എന്തോ ആയി. പിന്നെ ടാക്സ്, ചില്ലറ ഐറ്റംസ് എല്ലാം കൂടെ ആയിട്ട് ഇത് 313 രൂപ അങ്ങനെ എന്തോ ആയി. ഇത് നല്ലൊരു ഐറ്റമാണ് എന്ന് പറഞ്ഞാൽ ഓൾഡ് മദ്രാസ് ക്ലബ്ബ്. നമുക്ക് കുറച്ച് 2 പേർക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ സാധാരണ 2-3 ഡിഷ് മേടിക്കുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇത് ചുമ്മാ രാത്രി 10 മണിയായപ്പോൾ ട്രൈ ചെയ്യാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ഐറ്റം മേടിച്ചുള്ളൂ. ചുമ്മാ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച്, പിന്നെ ഈ സ്പോട്ട് കാണിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. പിന്നെ അപ്പോഴാണ് അവൻ പറഞ്ഞ ഡ്രിങ്ക്സ് ഞങ്ങൾ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്താടാ, അതെ ഷുഗർ കട്ടാണ് ഗൈസ്, ഷുഗർ കട്ടാണ്. ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ, പക്ഷേ ഷുഗർ കട്ടാണ് ഗൈസ്. അങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞു പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് ഷേക്കിനകത്ത്. പക്ഷെ ഇവരുടെ ഒരു ഷേക്ക് ഉണ്ട് 89 രൂപ സംതിങ് ഉള്ള. എന്താ ഷേക്കിൻ്റെ പേര്? കാഷ്യൂവിൻ്റെ ഒരു ഷേക്ക് ഉണ്ട്. അത് നല്ല അടിപൊളി ഷേക്കാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുള്ള ഒരു ഷേക്കാണ്. അത് ഭയങ്കര കാഷ്യൂ അവർ നന്നായിട്ട് അതിനകത്ത് അരച്ച് പേസ്റ്റ് പോലെ ചേർത്തിട്ട് നല്ല വെറൈറ്റി ഐറ്റമാണ്. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചാണ് ഗ്യാസ്, അതാണ് ഗ്യാപ്പ് വന്നത്. നിങ്ങളോട് 4 മിനിറ്റ് സംസാരിച്ചതിൻ്റെ വെള്ളം പറ്റി. ഞങ്ങൾ നിത്യാഭ്യാസ മലയോക്കാണ്, നിത്യാഭ്യാസ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. മലയോക്കം അപ്പോഴത്തേക്ക് ഷേക്ക് വന്നു. ഇതാണ് ആ ഷേക്ക്. ഇത് എന്തോ അവക്കാടോ ആ വെള്ള ഐറ്റം എന്തോ ഉണ്ടായിരുന്നു, അവക്കാടോ ക്രീമോ അങ്ങനെ എന്തോ ഷേക്ക്. പിന്നെ ഞങ്ങളിതിവിടെ കുറേ വട്ടം പോയിട്ടുണ്ട്. ഞങ്ങളൊരു 10ൽ കൂടുതൽ വട്ടം ഇവിടെ പോയിട്ടുണ്ട്. ഇവർക്ക് വേറെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ബാംഗ്ലൂരിൽ തന്നെ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, പിന്നെ നാട്ടിലും ഉണ്ട്. ഇവരെന്തോ പഴയ ഒരു സിൻസ് ഏതോ ഒരു വർഷമുണ്ട്, അന്ന് മുതലേ ഇവർ ചെറിയ കിയോസ്കൊക്കെ ആയിട്ട് പൊറോട്ട കൊടുത്തുകൊണ്ടിരുന്നതാണ്.
അന്നൊരു പണ്ട് മുതലേ പറയുന്നുണ്ട്. അവിടെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഫ്ലെക്സൊക്കെ അടിച്ചു വെച്ചിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് അവർക്കുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് കഴിച്ച് അത് തീർന്നു. പെട്ടെന്ന് തിന്നു ഗൈസ്. ഇതിനകത്ത് ബ്രെഡ്, സാധാരണ ബ്രെഡ്, പിന്നെ ഇവരുടെ ആ ലെയ്സിൻ്റെ പരിപാടി നല്ലതാണ്. ലെയ്സ് ഇതിൻ്റെ കൂടെ നല്ലതായിട്ട് പോകും. ലെയ്സും കെച്ചപ്പും പിന്നെ ആ ഐറ്റവും നല്ലതായിട്ട് പോകും. ഞാനൊരു 3 പീസ് കഴിച്ചു, അവളൊരു 1 പീസ് കഴിച്ചു. 1 പീസ് ഞാനൊരു 3, 2.25, 1.25 അവൾ കഴിച്ചു. അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ കഴിച്ചു. അടുത്തിരുന്ന് മൂളുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഷേക്ക് കുടിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകാം. ഇപ്പോൾ ഏകദേശം ഒരു സമയം ഒരു 10-10:30 ആയി കാണണം രാത്രി. അപ്പോഴാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇനി ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോവുക. നാളെ പണിക്ക് പോകണം. നാളെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കുറേ നാൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ്. കുറേ നാളൊന്നുമില്ല, 2-4 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇടാൻ പറ്റിയില്ല. ഇടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയപ്പം ഇടാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര ഉണ്ടാക്കി പറയണ പോലെ ഉണ്ടോ? ചെറുതായിട്ടുണ്ടല്ലേ. നീ ഭയങ്കര ഓവറാക്കണ പോലെ ഉണ്ടോ? അവിടെ സൈഡ് സപ്പോർട്ടായിട്ട് വന്നിട്ട് നീ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത് കോറമംഗലയിൽ ഏതോ 5th ബ്ലോക്കും, അതായത് ആ പബ്ബൊക്കെ ഉള്ളതിൻ്റെ കുറച്ച് ഇപ്പുറത്താണ്. ഇവിടുന്ന് വീട്ടിലോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ വണ്ടിയിലാണ് വന്നത്. നടക്കണ പാവമല്ലേ, വണ്ടിയിലാണ് വന്നത്. അങ്ങനെ കുറച്ച് 5th ബ്ലോക്കാണെന്ന് തോന്നുന്നു. 5th ബ്ലോക്കോ ആ ഒരു ഏരിയ 5th ബ്ലോക്ക് അല്ലാന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ എനിക്കറിയില്ല. അതിൻ്റെ അവിടെയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് കുറച്ച് മുകളിലോട്ട് നടക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് മുകളിലോട്ട് പോയി. അതിവിടെ നിന്ന് പോയിട്ട് തിരിച്ച് വണ്ടി ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചത് ബൈക്ക്. പക്ഷേ കുറച്ച് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് വന്നു കറങ്ങിയിട്ട് തിരിച്ച് വന്നു. പിന്നെ ഇവിടെ നൈറ്റ് ഭയങ്കര രസമാണ്. ഈ ഏരിയയിൽ മരങ്ങളൊക്കെ ഇത്ര ഉള്ളതുകൊണ്ട് നൈറ്റ് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ എല്ലാ കടയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടയിലും മഞ്ഞ ലൈറ്റ് വെച്ചിട്ടുണ്ട്. മഞ്ഞ ലൈറ്റ്, ചുവന്ന ലൈറ്റ്, അത് വിട്ടൊരു കളിയില്ല ബാംഗ്ലൂർ. ഒന്നുകിൽ മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ്. വെള്ള എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. അത് രണ്ടിൽ ഏതെങ്കിലും ഉണ്ടോ? നല്ല സ്ട്രീറ്റ് ലൈറ്റും മഞ്ഞയാണ്. പക്ഷെ അതുകൊണ്ടാണ് അത് ഈ മരങ്ങളും എല്ലാം ആ മഞ്ഞ ഭയങ്കര രസമാണ് രാത്രിയാകുമ്പോൾ. മഞ്ഞ വെളിച്ചം നല്ല രസമാണ്. ആ ഒരു മഞ്ഞയുടെ ടിൻറ്റ് വരുമ്പോൾ നല്ല രസമാണ്. ഓക്കെ ബൈ ഗൈസ്. തീർന്നു.